ഇവിടുത്തെ ഇടത് പാർട്ടികളും ഒപ്പം തന്നെ UDFും ഒക്കെ ഈ SIRനെ എതിർക്കുകയാണ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇരട്ട വോട്ടുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കള്ള വോട്ടുകൾ, ഇവയൊക്കെ തന്നെ ലിസ്റ്റിൽ നിന്നും മാറ്റുന്നതിലൂടെ വലിയ രീതിയിലൊരു പരിഷ്കരണമല്ലേ നടക്കുക? പരിഷ്കരണം, വൻപിച്ച പരിഷ്കരണം. അതായത് 2002 ശേഷം ഇവിടെ ഒരു തീവ്ര പരിഷ്കരണം നടന്നിട്ടില്ല. 2002 നമ്മുടെയൊക്കെ വീട്ടിൽ കയറി വോട്ടുണ്ടോ ചോദിച്ച്, ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ച് വോട്ട് പിന്നെ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പിന്നെ അതിന് ശേഷം ചെയ്യുന്നത് അറിയാം, ആഡിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആധാർ വെച്ചിട്ട് ആഡ് ചെയ്യുക. പറഞ്ഞില്ലേ, 3.5 ലക്ഷം പേർ കുട്ടികൾ, കുഞ്ഞുകുട്ടി പരാതിനെ ഉൾപ്പെടെ 3.5 ലക്ഷത്തിന് 3.5 കോടിക്ക് താഴെ ഉള്ളൂ. പക്ഷേ 4 കോടി 10 ലക്ഷം ആധാർ ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് 60 ലക്ഷം ആധാർ ആര് കൊണ്ടുപോയി? ഇതെല്ലാം വോട്ടർ ലിസ്റ്റിൽ കയറുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് അടൂർ പ്രകാശിൻ്റെ വാർത്താ സമ്മേളനമാണ്. അവിടെ എത്രയോ 1.5 ലക്ഷം കള്ളവോട്ടുകൾ ആറ്റിങ്ങൽ മാത്രം. അതുകൊണ്ടാണ് സമ്പത്ത് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന സമ്പത്ത്, അതിനു മുമ്പ് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന വർക്കൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ആ പട്ടികയിൽ നിന്നും ആദ്യമായിട്ട് അടൂർ പ്രകാശ് എന്ന് കൈപ്പത്തിക്കാരൻ ജയിച്ചു വന്നത്. 1000 ചില്ലുവാനും വോട്ടുകൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ തുടർ വിജയത്തിന് ശേഷം തലേക്കുന്നിൽ ബഷീറും മറ്റുമൊക്കെ വിജയിച്ചിട്ടുണ്ട്. അത് പണ്ട്. അതിനുശേഷം അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഇവിടെ 32,000 വോട്ട് തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഇപ്പം ഞാൻ പറയാം, ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്, മിനിമം ഒരു 25 പേരുടെ പേര് മരിച്ചവരുടെ നമ്മൾ പത്രത്തിൽ തന്നെ കാണും. ഇതിൻ്റെ ഒരു 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആയിരിക്കും മരിച്ചിരിക്കുന്നത്. 100 പേര് ഒരു ദിവസം ഒരു ഏരിയയിൽ മരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ 10 ദിവസം ആകുമ്പോൾ 1000 പേരായില്ലേ? 100 ദിവസം ആകുമ്പോൾ 10,000 പേരായില്ലേ? ഇതെല്ലാം വോട്ടറായിട്ട് അവിടെ കിടക്കുക. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? ഇതവിടെ കിടക്കുകയാണ്. അതാണ് ഈ 30% കൂടുതൽ പോളിംഗ് ഒരിടത്തും വരാത്തത്. ഇത് കുറേ പേര് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഹരിയാനയിലും ഉണ്ട്, ബീഹാറിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേഷൻ, ഇങ്ങനെ മരിച്ചവരുടെ ഇത്. അപ്പോൾ ഈ മരിച്ചവരുടെ വോട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആരെങ്കിലും മിടുക്കന്മാർ പോയി ചിലപ്പോൾ വോട്ട് ചെയ്യും, ഏതെങ്കിലും ഒരു കള്ള ID ഒക്കെ വെച്ചിട്ട് പോയി വോട്ട് ചെയ്യും. അങ്ങനെയാണ് കള്ള വോട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്.